സാർ ഒരു പ്രധാനപ്പെട്ട വിമർശനമായിട്ട് കുറേ കാലമായിട്ട് ഉയർന്നു വരുന്ന ഒന്ന് നമ്മുടെ പരീക്ഷാ രീതിയെക്കുറിച്ചാണ്. അതായത് നമ്മൾ സാധാരണ നിരന്തര മൂല്യനിർണ്ണയം എന്ന ഒരു സംവിധാനമാണല്ലോ നമുക്കുള്ളത്. ഇപ്പോഴും നമ്മൾ പരീക്ഷയുടെ ഭാഗമായി 20 മാർക്കോളം ഇപ്പോഴും മൂല്യനിർണ്ണയത്തിന് കൊടുക്കുന്നുണ്ട്. അപ്പം അത് അത്തരം പരീക്ഷാ സംവിധാനത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നതുകൊണ്ടാണ് നമ്മൾ അതിന് ശേഷമുള്ള പല എൻട്രൻസ് എക്സാം പോലുള്ള ഈ മറ്റു പ്രധാനപ്പെട്ട പരീക്ഷകൾ നമ്മളെ കുട്ടികൾക്ക് അഭിമുഖീകരിക്കാൻ കഴിയാത്തത് എന്നുള്ള ഒരു വിമർശനം ഞാൻ നേരത്തെ ഭാഷാ പഠനത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ചില കോണുകൾ ഉയർത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതും ഒരു ഈ പൊതുവിദ്യാലയങ്ങൾക്ക് നേരെയുള്ള ഒരു വെടിവെപ്പാണെന്നൊരു ഒരു സംശയമുണ്ട്. കാരണം പൊതുവിദ്യാഭ്യാസ രംഗത്തെ ഏതെല്ലാം രീതിയിൽ ഇകഴ്ത്താം അതിന് രക്ഷിതാക്കളെ, കാരണം ഓരോ രക്ഷിതാക്കളും ഒരു കുട്ടിയെ ആഗ്രഹിക്കുന്ന അവരുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുകയും അവരുടെ ഭാവി വളരെ സുന്ദരമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരോട് പറയാണ് ഭാഷ പഠിക്കുന്ന കാര്യത്തിൽ ഈ സ്കൂളുകൾ പിറകിലാണ്. പിന്നീട് അവരോട് പറയുന്നത് പരീക്ഷയെ അഭിമുഖീകരിക്കാനില്ല, അവിടുത്തെ പരീക്ഷയൊക്കെ എന്തോ തോന്നിയ മാതിരിയൊക്കെ നടത്തുന്ന പേരിന് നടത്തുന്ന കുറേ പരീക്ഷാ രീതികളാണ്, നിങ്ങൾക്ക് ഭാവിയിൽ അത് ഗുണം ചെയ്യില്ല എന്ന്. അതിൽ വല്ല വസ്തുത ഉണ്ടോ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പാവപ്പെട്ട കുട്ടികൾ, പാവപ്പെട്ടെന്ന് വെച്ചാൽ സാമൂഹ്യമായും സാമ്പത്തികമായും കൂടുതൽ പിന്തുണ ആവശ്യമുള്ളവരുടെ മക്കൾ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നു. അങ്ങനെയുള്ളവരുടെ അത് ഒരുപക്ഷെ വിദ്യാലയങ്ങൾ ഒരു കാലത്ത് ആദ്യകാലത്ത് പ്രവേശനം കിട്ടിയപ്പോൾ വരേണ്യവർഗം ഞങ്ങൾക്ക് മാത്രമാണ് വിദ്യാലയങ്ങളെന്ന് ആഗ്രഹിച്ചവരുണ്ട്. അത് ഒരു 1980-കളൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ മറ്റു പണത്തിൻ്റെ സ്വാധീനം വന്നപ്പോൾ സാധാരണക്കാരുടെ കൂടെ ഞങ്ങളുടെ കുട്ടികൾ പഠിക്കേണ്ടതില്ല എന്ന് ചിലർ തീരുമാനിക്കുകയും അവർ ചില വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും അതൊക്കെയാണ് ശരിയെന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നവരുടേതാണ്. നമ്മുടെ വിദ്യാലയങ്ങൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മനുഷ്യരെ സൃഷ്ടിക്കുന്ന വിദ്യാലയങ്ങളാണ്, മനുഷ്യരുടെ വിദ്യാലയമാണ്, പാവപ്പെട്ടവരെ എന്നല്ല, മനുഷ്യക്കുഞ്ഞുങ്ങളെ ആണ് ഈ വിദ്യാലയങ്ങൾ സൃഷ്ടിക്കുന്നത്. അതിൽ ഇന്നിപ്പോൾ എല്ലാ തലത്തിലും പെട്ട ആളുകൾ ഉണ്ട്. അതാണ് ഈ ഒരു ഗ്രാമപ്രദേശം അല്ലെങ്കിൽ ഒരു പട്ടണ പ്രദേശത്ത് ആ സമൂഹത്തിൻ്റെ വ്യത്യസ്ത ശ്രേണിയിൽപ്പെട്ട ആളുകൾ എല്ലാവരും ചേർന്ന് പഠിക്കുമ്പോഴാണ് അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നത്. നമ്മൾ അയൽപക്ക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇതിനാണ്. അപ്പുറത്തിരിക്കുന്നവനും ഇപ്പുറത്തിരിക്കുന്നവനും വണ്ടിയിൽ കയറി രണ്ട് ദേശത്തേക്ക് പോവാതെ ഒരു പള്ളിക്കൂടത്തിൽ വന്നിരിക്കുകയും ഒരു കൂക്കുവിളിയിൽ ഒന്നിച്ചു ചേരുകയും ചെയ്യുന്ന നാടിനു വേണ്ടി അധ്വാനിക്കുന്ന ഒരു മനുഷ്യൻ, എല്ലാവർക്കും ചേർന്ന് നിൽക്കുന്ന മനുഷ്യരെ സൃഷ്ടിക്കുവാനാണ് പള്ളിക്കൂടങ്ങൾ വേണ്ടത്. ആ അർത്ഥത്തിൽ നമ്മുടെ പള്ളിക്കൂടങ്ങൾ മനുഷ്യക്കുഞ്ഞുങ്ങളുടെ പള്ളിക്കൂടം, മനുഷ്യരുടെ പള്ളിക്കൂടമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ കാര്യമാണ്, എന്തിനാണ് ഈ പള്ളിക്കൂടങ്ങളിലെ പരീക്ഷ എന്നുള്ളത്? പരീക്ഷ എൻട്രൻസിന് വേണ്ടിയാണോ? എത്ര കുട്ടികൾ എൻട്രൻസ് എഴുതുന്നുണ്ട്? എൻട്രൻസ് എഴുതുന്ന കുട്ടികൾക്ക് അതിന് പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. ഇപ്പം നോക്കൂ, നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സൗജന്യമായി കേരളത്തിലെ കൈറ്റ് പരിശീലനം നൽകുന്നുണ്ട്. ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് സൗജന്യമായി പരിശീലനം കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് എൻട്രൻസ്? തീർച്ചയായും അത്തരം പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ആ പരിശീലനം കൊടുക്കുകയും അവരെ അതിലേക്ക് കൊണ്ടുപോവുകയും വേണം. മറിച്ച് മൂല്യനിർണ്ണയം അഥവാ വിലയിരുത്തൽ എന്തിനു വേണ്ടിയാണ്? ഇത് രക്ഷകർത്താവിന് വേണ്ടിയല്ല, മറിച്ച് ഇത് കുട്ടിക്ക് വേണ്ടിയാണ്. കുട്ടി കഴിഞ്ഞ കാലയളവിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു, അതിലെത്രമാത്രം അവന് നേടാൻ കഴിഞ്ഞു, നേടാൻ കഴിയാത്തത് എന്ത്, അത് നേടുവാൻ അവൻ എന്ത് പിന്തുണയാണ് കൊടുക്കേണ്ടത്? അങ്ങനെ നടത്തുന്ന ഒരു പരീക്ഷ നാളുകളിൽ ഇത്തരം ഒരു പരീക്ഷ എഴുതുമ്പോൾ അവന് സഹായകമാകുന്നുണ്ടോ? പല പരീക്ഷയും കുട്ടി എഴുതേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ USSൻ്റെയും LSSൻ്റെയും പരീക്ഷ പരിഷ്കരിച്ചു. ആദ്യമൊക്കെ സമൂഹം സ്വീകരിച്ചില്ല. പക്ഷേ സമൂഹം തന്നെ മറ്റ് പരീക്ഷകളുടെ മാതൃകകൾ നോക്കിയപ്പോൾ ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾ എഴുതേണ്ട ലോകോത്തര മാതൃകയിലുള്ള പരീക്ഷാ സമ്പ്രദായത്തിലേക്കാണ് മാറിയതെന്ന് അവർ മനസ്സിലാക്കുകയും വളരെ വേഗത്തിൽ ഈ പരീക്ഷാ മാറ്റത്തെ വളരെ വേഗത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്തു. കാണാപ്പാഠം പഠിച്ച് ഉത്തരം എഴുതി ഒരു പ്രത്യേകമായ കോച്ചിങ് കൊടുത്ത് റിസൾട്ട് നേടി വിജയിക്കുന്ന കുട്ടികളെ അല്ല വിദ്യാലയങ്ങൾ വിഭാവനം ചെയ്യുന്നത്. ഈ പാഠ്യപദ്ധതി ലക്ഷ്യം വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ആ ലക്ഷ്യം വെക്കുന്ന കാര്യങ്ങൾ നേടുവാൻ ആവശ്യമായ പിന്തുണയാണ് വിദ്യാലയങ്ങൾ നൽകുന്നത്. ഈ കുട്ടികളിൽ എൻട്രൻസ് എഴുതാവുന്ന കുട്ടികൾ എൻട്രൻസ് എഴുതട്ടെ, തൊഴിൽ പരിശീലനത്തിന് പോകേണ്ട കുഞ്ഞുങ്ങൾ തൊഴിൽ പരിശീലനത്തിന് പോകട്ടെ. അവരുടെ ആ കുട്ടിയുടെ ടാലൻ്റ് അനുസരിച്ച് കുട്ടിക്ക് പോകുവാനുള്ള അവസരമാണ് വിദ്യാലയങ്ങൾ ഒരുക്കേണ്ടത്. പരീക്ഷയും അങ്ങനെയാകണം. അണ്ണാൻകുഞ്ഞിനോട് നമ്മൾ പറയാറില്ല, അണ്ണാൻകുഞ്ഞിന് നമ്മൾ കൊടുക്കേണ്ടത് പരീക്ഷ ഏതാണെന്നുള്ളത് പറക്കാനുള്ള പരീക്ഷയല്ല അണ്ണാൻകുഞ്ഞിന് കൊടുക്കുന്നതെന്ന് പറയുന്ന ലളിതമായ വാക്യമാണ്. അപ്പോൾ ഈ കുട്ടിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് കുട്ടിക്ക് ഒരു പൊതുപരീക്ഷ നടത്തുകയും അവൻ്റെ പോരായ്മകളും മികവുകളും തിരിച്ചറിഞ്ഞ് നാളെ അവൻ എന്ത് പിന്തുണയാണ് കൊടുക്കേണ്ടത് ആ പിന്തുണ കൊടുത്തുകൊണ്ട്, ചിലപ്പോൾ അവന് ഗണിതത്തിൽ പിന്നോക്കാവസ്ഥയുണ്ട് അല്ലെങ്കിൽ പിന്തുണ ആവശ്യമുണ്ട്, അവൻ 100 മാർക്കിലേക്ക് എത്താൻ കഴിയുകയില്ലെങ്കിൽ അവൻ എത്താൻ കഴിയുന്ന ഒരു ലെവലുണ്ട്, അവിടെ എത്തിക്കുക എന്നുള്ളതാണ് പരീക്ഷയുടെ ലക്ഷ്യം. അപ്പോൾ അത് കുട്ടിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് സമൂഹവും രക്ഷകർത്താവും പങ്കുവെക്കേണ്ടതുണ്ട്. സ്വന്തം കുട്ടിയുടെയും പോരായ്മ തിരിച്ചറിഞ്ഞ് അവനെ പിന്തുണയ്ക്കുവാൻ ഈ രണ്ട് വിഭാഗത്തിൻ്റെയും പിന്തുണ കൂടി ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ പരീക്ഷകൾ ദുർബലപ്പെടുകയല്ല ചെയ്തത്, പരീക്ഷകൾ കൂടുതൽ ശാസ്ത്രീയമാവുകയാണ് ചെയ്തത്. അത് കുട്ടികളുടെ വ്യക്തിത്വപരമായ വളർച്ചയ്ക്കും അവരുടെ വൈജ്ഞാനികമായ വളർച്ചയ്ക്കും സഹായകമായ രീതിയിലാണ് കേരളത്തിലെ പരീക്ഷാ സമ്പ്രദായം
മുന്നോട്ട് പോകുന്നത്. അത് പൊതുവിദ്യാലയങ്ങളിലെ പരീക്ഷാ സമ്പ്രദായത്തെ സൂക്ഷ്മമായി പഠിക്കുന്നവർക്കറിയാം. കുറച്ചുകൂടി ചില ചോദ്യങ്ങൾ കുറച്ചുകൂടി നിലവാരം ഉണ്ടാകണം. ചോദ്യത്തിന് നിലവാരം ഉയർത്തിയാൽ ഇതേ വിമർശനം ഉണ്ടാകും. ചോദ്യത്തിന് അല്പമെങ്കിലും ഒരു മാറ്റം വന്നാൽ സമൂഹം പെട്ടെന്ന് ഇങ്ങനെയാണോ പരീക്ഷ എന്ന് ചോദിക്കും. അപ്പോൾ അതെ. ഈ നമ്മൾ മാറ്റം കൊണ്ടുവരുന്നത് തന്നെ ലോകത്തെന്ത് മാറ്റം വരുന്നു ആ മാറ്റത്തിനനുസൃതമായി നമ്മുടെ പരീക്ഷകളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. ആ മാറ്റം പൊതുവിദ്യാലയങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ കുട്ടികളുടെ ഭാവിയെ കണ്ടുകൊണ്ടുള്ള മാറ്റമാണ്. അത് ഗുണപരമായ വളർച്ച ഉണ്ടാക്കും.